കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ അവന്റെ കൂടെ കാറി കയറിയിരിക്കേ. ഇനി എന്താ? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കാറി കയറിയിരുന്നില്ലേ? ഇനിയെങ്കിലും ആ പാവത്തിന് വിട്ടേക്ക്. വിട് 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 വിട്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. അവളെ വിട്ടേക്ക്. അവളെ വിടാനാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെയാ വേണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അവളെ വിട്ടേക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. വിട്. അവളെ വിടാൻ. അവളെ വിടാൻ. അവളെ വിട്ടേക്ക് പ്ലീസ്. അവളെ വിടാൻ. വൈദേഹി, വൈദേഹി. ദേവേട്ടാ, 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 ദേവേട്ടനെ വിട്ടേക്ക്. എന്താ നിങ്ങൾക്ക് വേണ്ട? എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഏയ്, മിണ്ടാതെ അവിടെ ഇരുന്നോണം. വിട്ടേക്ക്, എന്റെ ദേവേട്ടനെ വിട്ടേക്ക്. ദേവേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വണ്ടി നിർത്താവോ? ഞാനൊന്ന് അവളെ പറഞ്ഞു വിട്ടിട്ട് വരാം. അയ്യോ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അല്ലെങ്കിൽ അവള് പുറകെ തന്നെ വന്നോണ്ടിരിക്കും. വണ്ടി നിർത്താനാ പറഞ്ഞേ. വൈദേഹി, നീ പൊയ്ക്കോ. വൈദേഹി, ദേവേട്ടനെ വിട്. അടങ്ങി അവിടെ ഇരിക്കടാ. ദേവേട്ടനെ വിട്. എന്റെ ദേവേട്ടനെ വിട്ടേക്ക്. വണ്ടി നിർത്ത്. എന്റെ ദേവേട്ടനെ വിട്. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. ചേട്ടാ, ചേട്ടാ, വണ്ടി ഒന്ന് നിർത്ത്. ചേട്ടാ, എനിക്ക് നിങ്ങളുടെ സ്കൂട്ടി ഒന്ന് തരാൻ പറ്റുമോ? എന്തു മോളെ? എന്റെ ഭർത്താവിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ദയവ് ചെയ്ത് നിങ്ങളുടെ സ്കൂട്ടി ഒന്ന് തരണം. എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദയവ് ചെയ്ത സ്കൂട്ടി ഒന്ന് താ ചേട്ടാ. അതിനെന്താ, വണ്ടി എടുത്തോ, പെട്ടെന്ന് ചെല്ല്. എന്താ ചേട്ടാ ഇത്? ആരാന്നറിയാതെ എങ്ങനെ സ്കൂട്ടി കൊടുത്തു വിടും? നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിനക്കൊരു ചിന്തയില്ല. പാവമുണ്ട്, ഭർത്താവ് അപകടത്തിൽപ്പെട്ടതിന്റെ വിഷമത്തിലാ. രക്ഷിച്ചോട്ടെ, നമുക്ക് അങ്ങനെയെങ്കിലും സഹായിക്കാലോ. മോളെ ഈ വണ്ടി എടുത്തോണ്ട് പോയേ. അതെ, ഒരു മിനിറ്റ് ഒന്ന് നിന്നെ. വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് തരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും തരും ചേട്ടാ. കൊടുക്കണ്ടെന്നേ, ഞാൻ പറയുന്ന കേക്ക്. എടി, നീ ഒന്നും മിണ്ടായിരിക്കും. രാമന്റെ ക്ഷേത്രത്തിനപ്പുറത്ത് ധർമ്മസ്ഥാനത്തെ രാമന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പ്ലീസ്. അതെന്റെ അച്ഛൻ വാങ്ങി തന്ന സ്കൂട്ടിയാന്നറിയാലോ. അതെങ്ങാനും കിട്ടാതിരിക്കട്ടെ, നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ആ കുട്ടി തിരിച്ചുകൊണ്ടുവന്ന് തരൂടി. അഡ്രസ് വരെ പറഞ്ഞു തന്നില്ലേ? രാമക്ഷേത്രത്തിന്റെ അടുത്ത് ധർമ്മസ്ഥാനത്ത് രാമന്റെ വീട് എന്നല്ലേ പറഞ്ഞേ? ശരി, എന്നാ വാ, വണ്ടി കൊണ്ടുവന്നോളൂ. സാക്ഷാൽ ശ്രീരാമന്റെ സന്നിധിയില് ആദ്യമായിട്ട് നിന്റെ മുഖം ഞാൻ കണ്ടത്. ആ നിമിഷം എത്ര ജന്മം എടുത്താലും നീ ആയിരിക്കണം എന്റെ ഭാര്യ എന്ന് ഞാൻ തീരുമാനം എടുത്തതാ.
വൈദേഹി നീ എന്തിനാ പുറകെ വരുന്നത്? നീ പൊയ്ക്കോ. വണ്ടി നിർത്ത്. ദയവ് ഇത് ദേവേട്ടനെ വിട്ടേക്ക്. വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. ഇവിടെ അവര് കാണുന്നില്ലല്ലോ, കാറും കാണുന്നില്ലല്ലോ. എന്താടാ, എന്താ ഇങ്ങനെ അന്തം വിട്ട് നിക്കുന്നേ? കാർ എവിടെ? ദേവൻ എവിടെ? വൈദേഹി എവിടെ പോയടാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. കാറും കാണുന്നില്ല. ഭഗവാനെ, അപ്പൊ അവര് സ്ഥലം വിട്ടല്ലേ? എടാ, അവള് ദേവനെ അടിച്ചു മാറ്റി മുങ്ങിയതാടാ. നിന്റെ മോളുടെ ജീവിതം ആ വൈദേഹി നശിപ്പിച്ചു. അമ്മേ, എന്ത് തോന്നിയാസായി പറയണേ? ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഈശ്വര, സത്യം എന്താണെന്ന് നിനക്കറി. എടാ, നടക്കാൻ പാടില്ലാത്തതാ ഇപ്പം നടന്നേക്കുന്നേ. ഇനി എല്ലാം കൈവിട്ടു പോയ പോലെ തന്നെയാ. ആ പിശാചി ദേവനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാടാ. അമ്മേ, അനാവശ്യം പറയരുത്. വന്ന് വന്ന് വൈദ്യയെ കുറിച്ച് അനാവശ്യം പറയുന്നതിന് അതിരില്ലാണ്ടായിരിക്ക. വൈദ്യയെ കുറിച്ച് ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ പറയാൻ അമ്മയുടെ നാവ് എങ്ങനെ വന്നു? എങ്ങനെ പറയാതിരിക്കൂടാ? സത്യം പറഞ്ഞ അവരെ രണ്ടുപേരും കൂടെ ഇവൻ തന്നെ അങ്ങ് ചേർത്ത് വെച്ചാലോ? അയ്യോ രാമ, ഞാനിത് എവിടെ ചെന്ന് പറയും? പറഞ്ഞാ നിനക്ക് മനസ്സിലാവുകയില്ല. ബാഗ് എടുക്കാൻ വന്നവൾ അതുമായിട്ട് തിരിച്ച് കടയിലേക്ക് വരേണ്ടതല്ലായിരുന്നോ? ബാഗ് എടുക്കാൻ വന്ന അവളെയും കാണുന്നില്ല, ആ ചെറുക്കനെയും കാണുന്നില്ല. പിന്നെന്താ വിചാരിക്കണ്ടേ എന്ന് കരുതി വായി തോന്നിയത് എന്തോ അങ്ങ് പറയാവോ അമ്മേ? വൈദേഹി അമ്മയ്ക്ക് അറിയാത്തതല്ലോ. എനിക്കെല്ലാം അറിയാടി, നിങ്ങൾക്കൊക്കെയാ ഒന്നും അറിയാത്തത്. അച്ഛൻ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത്? ഒന്ന് ഫോൺ ചെയ്ത് നോക്കി കാര്യം എന്താണെന്ന് അറിയാലോ. കിളവി പറയുന്ന പോലെ ചേച്ചിയും ചേട്ടനും ശരിക്കും മുങ്ങിയതായിരിക്കുമോ? പക്ഷെ അച്ഛനോർത്തെങ്കിലും ചേച്ചി അങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കില്ലല്ലോ. നടന്നത് അതൊന്നും ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും കാര്യം? ദേവേട്ട ഫോൺ എടുക്കുന്നില്ലല്ലോ. എടുക്കില്ലടി അവൻ. അവളും ഫോൺ എടുക്കില്ല. അമ്മേ, അവളെയും കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ചേച്ചിയും ഫോൺ എടുക്കുന്നില്ല. രാമ, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്കോ? എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം? രണ്ടുപേരും ഫോണും എടുക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും നടന്നിരിക്കുക? തെറ്റായിട്ട് ഇനി ഒരു അക്ഷരം പറഞ്ഞു വരുതമ്മേ. എന്റെ മോളവള്, ഞാൻ വളർത്തിയ മോള്. സ്വപ്നത്തിൽ പോലും അവൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. രാമേട്ട, ചിലപ്പോ വീട്ടിലോട്ട് അങ്ങനെ പോയതാണേലോ. ഇപ്പൊ എന്തിനാടി വീട്ടിലേക്ക് പോകുന്നേ? രാമേട്ട, ചിലപ്പോ ബാഗ് വീട്ടിൽ വെച്ച് മറന്നതാണേലോ. വൈദേഹി ബാഗ് എടുക്കാൻ വേണ്ടി കാറിനടുത്തേക്ക് വന്നപ്പോ ബാഗിൽ നിന്ന് കണ്ടതും അതെടുക്കാൻ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയതായിരിക്കും. ഒന്ന് പോടി. കാശെടുക്കാൻ വേണ്ടിയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാന്നല്ലേ ആ പണക്കാരൻ ചെറുക്കൻ പറയാ. ചിലപ്പോ അവനും പേഴ്സ് എടുക്കാൻ മറന്നതാണെങ്കിലോ? എന്നാ പിന്നെ ഫോൺ എടുക്കാത്ത എന്താടാ? അമ്മയുടെ സംശയങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? ആദ്യം വീട്ടിലോട്ട് ചെന്ന് നോക്കാം.
ഹലോ. ഹലോ. ആ ഷവി സാറേ, കാര്യങ്ങളൊക്കെ എവിടെ വരെ? അവനെ കൈ കിട്ടിയാ? കിട്ടി. അവനിപ്പോ നമ്മുടെ പിള്ളേരുടെ കസ്റ്റഡി തന്നെയുണ്ട്. സൂപ്പർ സർ. അവനത്ര നിസ്സാരക്കാരനല്ല. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ നിങ്ങൾ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോണത്? ഡീറ്റെയിൽസ് ഒന്നും തരില്ല. ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്താ മതി. അത് മനസ്സിലായി. പണത്തിന്റെ കാര്യമല്ലേ? അത് ഞാൻ ഇട്ടേക്കാം. പിന്നെ പണി കഴിഞ്ഞതും ഫോൺ ചെയ്താ മതി. ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക. ഓക്കെ. നിന്നെ എന്താ വല്ല പേപ്പട്ടിയും കടിച്ചോ? പേ പിടിച്ച പോലെ തുള്ളിച്ചാടി നടക്കുന്നു. ഏകദേശം ഒരുപോലെയാ. രാജാവാകണമെങ്കിൽ രാജ്യം കൂടി ഉണ്ടാവണ്ടേ? എന്നാലല്ലേ റാണിയെ കൂടി കൈ കിട്ടൂ. അതിന്റെ പ്ലാനിങ്ങിലാ. വിജയം വളരെ വേഗം ഉണ്ടാവും. ഇനി രാജ്യം എന്റേതായിരിക്കും. ഇവിടുത്തെ രാജാവും ഞാനായിരിക്കും. കം, ലെറ്റ്സ് ഡാൻസ്. വാ. ആട്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ പ്ലാൻ എന്ന് പറയും. അത് വർക്കൗട്ട് ആവുമെന്നുള്ളത് ഞാൻ പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് വർക്കൗട്ട് ആവുന്ന എനിക്കറിയാലോ. അന്ന് ദേവന്റെ കല്യാണ സമയത്തും ശ്രേയയുടെ കാര്യത്തിലും ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ ഉണ്ടാക്കിയേ? ഇതുവരെ ആരെ അവൻ കെട്ടിയതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ആവും വിധം ഞാൻ കൃത്യമായിട്ടെല്ലാം ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ട് കാര്യമില്ലാത്തോണ്ടാ ഒറ്റയടിക്ക് ഞാൻ തല വെട്ടിക്കളയാൻ തീരുമാനിച്ചു. എന്താണാവോ നിന്റെ ഉദ്ദേശം? ഇപ്പൊ പറയില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് വൺ മോർ തിങ്, തയ്യാറായി ഇരിക്കണം ഈ രാജാവിന്റെ പട്ടമഹിഷിയാകാനായിട്ട്. ഒടുക്കത്തെ കോൺഫിഡൻസ് ആണല്ലോ. അങ്ങനെ എന്താ ഇവൻ കാട്ടിക്കൂട്ടുന്നത്? ചേട്ടാ, എന്താ മോളെ? ഈ വഴിക്ക് ഒരു കാറ് പോകുന്നത് കണ്ടായിരുന്നോ? ഈ വഴിക്ക് പല കാറുകളും പോകാറുണ്ട്. ഏത് കാറിനെ കുറിച്ചാ ചോദിക്കുന്നേ? ഇന്നോവ. വലിയൊരു കാറായിരുന്നു. വെള്ളയായിരുന്നു അതിന്റെ കളറ്. കാറിന്റെ നമ്പര് 3489. കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചില്ല. വൈറ്റ് ഇന്നോവ. ഇത് ഇപ്പോഴാ ഈ വഴി അങ്ങോട്ട് പോയത്. നന്ദിയുണ്ട്. നിക്ക് മോളെ. എന്താ കാര്യം? എന്തിനാ മോളിങ്ങനെ പേടിക്കുന്നേ? ചേട്ടനോട് പറ, എന്താ മോളുടെ പ്രശ്നം? ചേട്ടാ, ഞങ്ങള് രണ്ടുപേരും പിടിച്ചു കെട്ടി കാറിനകത്തിട്ട് കൊണ്ടുപോയി. അയ്യോ, കിഡ്നാപ്പ് ചെയ്തതാണോ? അതെ ചേട്ടാ.
ദേവേട്ടന് വല്ലതും ചെയ്യുമെന്ന എന്റെ പേടി. മോൾ അവിടെ നിന്നേ. റൗഡികൾ പിടിച്ചോണ്ട് പോയതാണെന്നല്ലേ പറഞ്ഞേ? മോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും മോളുടെ കൂടെ വരാം. വാ. ശരി ചേട്ടാ, എന്നെ പെട്ടെന്ന് വരൂ. വാ. ചേട്ടൻ കേറിക്കോ. രണ്ടെണ്ണം കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എന്തേ അവർ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല? അമ്മേ, ബഹളം വയ്ക്കാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കല്ലേ. നീ എത്ര വട്ടം വിളിച്ചാലും അവര് ഫോൺ എടുക്കാൻ പോകുന്നില്ല. അതിനവർക്ക് തിരിച്ചു വരാൻ ഉദ്ദേശം ഉണ്ടായിട്ട് വേണ്ടേ? എവിടെയോ കിടന്ന ഒരു അനാഥപ്പുഴുവിനെ എടുത്തോണ്ട് വന്ന് സ്വന്തം മോളെക്കാളും പുന്നാരിച്ച് വളർത്തി വലുതാക്കിയതല്ലേ? എന്നിട്ട് അതിന്റെ നന്ദി പോലും അവള് കാണിച്ചില്ല. എത്ര വലിയ വിശ്വാസവഞ്ചന അവള് കാണിച്ചേ. പാവം എന്റെ വൈദേഹി ചേച്ചി ആരെയും വഞ്ചിച്ചിട്ടില്ല. കിളവി എന്റെ വൈദേഹി ചേച്ചി ചതിച്ച് അതിന്റെ ദൈവം തന്നോളും. അമ്മേ, നീ ഇനി എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ പറഞ്ഞതാണ് ശരി. അല്ലെങ്കിൽ പിന്നെന്താ, ബാഗ് എടുത്തോണ്ട് വരാൻ വേണ്ടി കാറിനടുത്തേക്ക് പോയവളാ. അവനെയും കാണുന്നില്ല അവളെയും കാണുന്നില്ല എന്ന് വെച്ചാ ഫോൺ ചെയ്തിട്ടാണെ രണ്ടുപേരും എടുക്കുന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവള് ദേവന്റെ പുറകിന്ന് മാറിയിട്ടില്ല. അവനെ അവള് വശീകരിച്ചെടുത്തതാ. വേറെ കല്യാണം ഉറപ്പിച്ചപ്പോ അവനെ കൊണ്ട് അവള് മുങ്ങുകയും ചെയ്തു.